ഓക്കെ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, ഒരു റെസ്റ്റ്ഫുൾ API ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അത് ടെസ്റ്റ് ചെയ്തു. നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ചെയ്തിരുന്നു. ഇത് ഡാറ്റ ഒരു സ്റ്റോർ ആവുന്നില്ല. നമ്മൾ കൈക്ക് കുറച്ചൊരു സ്റ്റാറ്റിക് ഡാറ്റ കൊടുത്തു, നമ്മൾ പെർഫോം ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ആക്കാം. ഡാറ്റാബേസ് കോൺഫിഗർ ചെയ്ത് കൊടുക്കാം. നമ്മളെ എക്സ്പ്രസ് പ്രൊജക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസ് കോൺഫിഗർ ആക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, മോങ്കൂസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മൾ യൂസ് ചെയ്യും. അത് നമ്മൾ MongoDB നമ്മളെ പ്രൊജക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, കോൺഫിഗർ ചെയ്യാൻ മോങ്കോസ് എന്നാണുള്ളൊരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ. ഞാൻ ഈ ടെർമിനൽ കില്ല് ചെയ്യുന്നില്ല, പുതിയ ടെർമിനൽ ഓപ്പൺ ആക്കുക. ഓക്കെ, npm i mongoose. ഓക്കെ, എൻ്റർ അടിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗർ ചെയ്യണം നമ്മളെ MongoDB. അപ്പം അതിന് വേണ്ടി കോൺഫിഗറിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യാം, db.js എന്നുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്താ വെച്ചാൽ കോൺസ്റ്റ് മോങ്കൂസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. മോങ്കൂസ് റിക്വയറിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, മോങ്കൂസ് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ MongoDB നമ്മൾ കണക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടി മോങ്കോസ് ഡോട്ട് കണക്ട്. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കണക്ട് ചെയ്യാൻ വരട്ടെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആക്കാം. കണക്ട് DB ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ആരോ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ. ആരോ ഫംഗ്ഷനൊക്കെ എന്താ ആരോ വിചാരിക്കുന്നു, ആ സിങ്ക് വെയിറ്റ് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം, MongoDB കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഉള്ളൂ ബാക്കിയുള്ള കാര്യം നടക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് കണക്ഷൻ ബിൽഡ് ചെയ്യണം. അപ്പൊ അതിനാണ് ഇങ്ങനെ ആ സിങ്ക് വെയിറ്റ് ആക്കാൻ ട്രൈ ക്യാച്ച് എറർ ഹാൻഡ്ലിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എറർ എന്ത് ചെയ്യുന്ന ഡാറ്റാബേസ് എറർ എന്ന് കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അവൈറ്റ്. കാരണം കണക്ഷൻ നമുക്ക് അവൈറ്റ് ആക്കണം. മോങ്കോസ് എന്നുള്ള ഇമ്പോർട്ട് ചെയ്തതിൻ്റെ അകത്ത് എന്തുണ്ട്, കണക്ട് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ. നമുക്ക് നമ്മൾ MongoDB കണക്ട് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്തു, കോമ്പസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കോമ്പസ് ഓപ്പൺ ആക്കാം. നമുക്ക് കണക്ഷൻ സ്ട്രിങ് എന്ത് ചെയ്യാം, നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ അതെങ്ങനെ കണക്ഷൻ സ്ട്രിങ് എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞതാണ് ഇവിടെ PPT വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റാബേസ് ഇൻറ്റഗ്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കണക്ഷൻ എങ്ങനെ കൊടുത്തത്, മോങ്കോട്ട് കണക്ട് MongoDB, പിന്നെ ലോക്കലോസ്റ്റ് പോർട്ട് നെയിം. ലോക്കലോസ്റ്റ് ആയതുകൊണ്ട് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലൗഡിലാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ URL-ഉം ഡാറ്റാബേസ് നെയിമോ എല്ലാം ഉണ്ടാവും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും യൂസർ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസ് സ്റ്റോർ ആക്കുന്ന ഡാറ്റൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. നെയിം എന്നൊരു ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ നെയിമിന് എന്താണ്, എന്ത് ടൈപ്പ് സ്ട്രിങ് ആണ്, ഇമെയിൽ എന്ത് സ്ട്രിങ് ആണ്, നമ്മൾ മോഡൽ ക്രിയേറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സ്കീം യൂസ് ചെയ്യണം. ആ സ്കീം അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സ്കീം യൂസ് എന്ത് ചെയ്യും, നമ്മൾ മോഡൽ ക്രിയേറ്റ് ആക്കും. ഓക്കെ. ഇനി നമ്മൾ കോമ്പസിലോട്ട് വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഓക്കെ, ഈ ലോക്കൽ ഹോസ്റ്റ് ഈ ഒരു ഇതാണ് യൂസ് ചെയ്യണത്. ഓക്കെ. ഈ ഫോട്ടോ ആക്കട്ടെ, എല്ലാതും ഫുള്ളാണ്. ജസ്റ്റ് ഞാൻ ലോക്കൽ ഹോസ്റ്റിന് ഇത് യൂസ് ചെയ്യണ്ടേ. ഞാൻ ഇപ്പോൾ കണക്റ്റഡിലാണ് ക്ലിക്ക് ചെയ്ത് കോപ്പി കണക്ഷൻ സ്ട്രിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കോപ്പി ചെയ്യാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി കണക്ഷൻ സ്ട്രിങ് കോപ്പി. എനിക്കൊരു ഡാറ്റാബേസ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണ്ടേ, എക്സ്പ്രസ് DB എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കണക്ഷൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം,
ഇപ്പോൾ നമ്മൾ കണക്ഷൻ ഇപ്പോൾ കണക്ഷനുള്ള കോഡ് നമ്മൾ എവിടെയും കോൾ ചെയ്തിട്ടില്ല, ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെർവറായിട്ട് കണക്ട് ആക്കണം. കോൺഫിഗ് നമ്മൾ സെർവറായിട്ട് കണക്റ്റഡ് അല്ല അപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കണക്ട് ടീം എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? അത് നമ്മൾ കോൾ ചെയ്യാം. കോൺസ്റ്റ് കണക്ട് DB റിക്വയറിൻ്റെ അകത്ത് എന്ത് ചെയ്യാം? എവിടെ എന്നുള്ള പറഞ്ഞു കോൺഫിഗിനകത്ത് db.js. ഓക്കെ, ഇവിടെ വന്നിട്ട് നാളെ കണക്ട് DB എന്നുള്ള ഫംഗ്ഷന് കോൾ ചെയ്യാം. കണക്ഷൻ ബിൽഡായി. ഓക്കെ, പിന്നെ മോഡൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി മോഡൽസ് എന്ന് പറയുമ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം? അപ്പോൾ യൂസറിൻ്റെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ യൂസർ മോഡൽ ഡോട്ട് JS. ഓക്കെ, മോങ്കൂസ് എന്ത് ചെയ്യാം? റിക്വയർ ചെയ്യാം. ഓക്കെ, ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കീമ ക്രിയേറ്റ് ചെയ്യണം. സ്കീമൊക്കെ എന്ത് ചെയ്യണ്ടേ? യൂസർ സ്കീമ എന്നുള്ള നെയിം കൊടുക്കുന്നുണ്ട്. ഈ സ്കീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ ന്യൂ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ യൂസറിന് കീവേഡാണ് ന്യൂ. അതേപോലെ തന്നെ സ്കീമ എന്നുള്ള യൂസ് ചെയ്യുമ്പോൾ ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കീഴിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നെയിം, അപ്പോൾ നമ്മൾക്ക് നെയിം എന്താണ്? ഒരു കേളി ബ്രാക്കറ്റ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ടൈപ്പ് പറഞ്ഞു കൊടുക്കാം, സ്ട്രിങ്. ഓക്കെ, റിക്വയർഡ് ആണെങ്കിൽ റിക്വയർഡ് പറഞ്ഞാൽ ഈ ഫീൽഡ് എന്താണ് അവിടെ റിക്വയർഡ് ആവണം. അത് ഞാൻ ട്രൂ എന്ന് കൊടുക്കാം. ഇനി അതല്ല, എനിക്ക് റിക്വയർഡ് അല്ല, ജസ്റ്റ് ടൈപ്പ് മാത്രമേ ഏതെങ്കിലും എന്ത് ചെയ്യാം? സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, യുണീക്ക് ട്രൂ, അതായത് യുണീക്ക് ആയിരിക്കാൻ വേണ്ടി മെത്തേഡ് യുണീക്ക് ട്രൂ. പിന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇനി സ്കീം ക്രിയേറ്റ് ആക്കി. ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു മോഡൽ ക്രിയേറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് യൂസർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് മോഗസിനകത്ത് എന്തുണ്ട്? മോഡൽ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഇനി ഇവിടെ നമ്മളൊരു നെയിം ആണുള്ളത്. ഇതാണ് നമ്മുടെ കളക്ഷൻ്റെ നെയിം. നമ്മൾ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത യൂസർ സ്കീമിനെ അവിടെ കോൾ ചെയ്ത് കൊടുത്തു. ഇനി മോഡൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മൗണ്ട് എക്സ്പോർട്ട് ആണ്. അപ്പോൾ മോഡലോട്ട് എക്സ്പോർട്ട് യൂസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്ത യൂസറിനെ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഒരു വിഷയം കൂടി ഉണ്ട്. നമ്മൾ കോൺഫിഗിനകത്ത് സെർവർ ഡാറ്റാബേസ് കണക്ട് ട്രൂ ആണ് നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ടില്ല. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു കൺസോൾ ലോഗ് കൊടുക്കാം, കണക്ഷൻ നടന്നിക്കണമെങ്കിൽ. ഓക്കെ, ഓക്കെ, നമ്മൾ കണക്ഷന് ചെറിയ ഇഷ്യൂ ഉണ്ട്. നമുക്ക് കറക്റ്റ് കണക്റ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ സ്ട്രിങ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? ലോക്കലോസ്റ്റ് എന്നുള്ളതാണ് നമ്മളെ നോർമലായിട്ട് വരുന്നത്. ഈ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ 127 വരെ വരുന്നത്, ഈ ഒരു സ്ട്രിങ് കോപ്പി ചെയ്യുക. ഈ സ്ട്രിങ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഈ ലോക്കലോസ്റ്റിന് പകരം ഈ സ്ട്രിങ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലോക്കൽ IP അഡ്രസ് ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. MongoDBന്റെ ലോക്കൽ IP അഡ്രസ് ആണ് അത്. അപ്പോൾ അത് വെച്ച് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒന്നും കൂടി എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ഓക്കെ, റീഫ്രഷ് ആയിട്ടുണ്ട്. MongoDB കണക്റ്റഡ് എന്നുള്ള മെസ്സേജ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഓക്കെ, കണക്ഷൻ സക്സസ്ഫുൾ ആയി. അപ്പോൾ യൂസർ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഡാറ്റാബേസ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് യൂസർ മോഡൽ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? മോഡലിനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് മോഡൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചേർക്കാം. നമ്മളെന്ത് യൂസർ എന്നുള്ളതിൽ നമ്മൾ മോഡലിന് അവിടെ ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റിക്വയറിൻ്റെ അകത്ത് എവിടെയാണ് മോഡൽ എടുക്കുന്നത്?
മോഡലിൻ്റെ അകത്ത് യൂസർ മോഡൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് നമ്മളെ നോർമൽ നമ്മൾ എന്ത് ചെയ്യാം, ക്വറി യൂസ് ചെയ്യണം. ഡാറ്റാബേസ് കോൺസ്റ്റ് യൂസേഴ്സ് ഈക്വൽ ടു എന്താണ് നമ്മളെ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? എല്ലായിടത്തും നമ്മൾ അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യണം. കാരണം ഇതെന്താണ്, ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ബേസിക്കലി ഫസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ നോക്കാം. അസിങ്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താകണം, ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ക്യാച്ച് മെത്തേഡ് യൂസ് ചെയ്യാം എല്ലായിടത്തും. ജസ്റ്റ് ലോഗ് കൊടുത്തിട്ട് എറർ എന്താണെന്നുള്ളത് ലോഗ് ചെയ്യിപ്പിക്കുക, എറർ വരാണെങ്കിൽ. ഓക്കെ, യൂസേഴ്സിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, അവൈറ്റ് യൂസ് ചെയ്യണം. ഡാറ്റാബേസിന് യൂസറിനെ എടുത്ത് ഫൈൻഡ് ചെയ്യലാണ്. നമ്മൾ അവൈറ്റ് യൂസർ നെയിം എന്താണ്, അല്ല കളക്ഷൻ നെയിം എന്താണ്, യൂസർ. അപ്പോൾ നമ്മൾ കളക്ഷൻ നെയിം മുകളിൽ ഇവിടെ യൂസർ ഡോട്ട് ഫൈൻഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, യൂസർ ബൈ ഐ ഡി സെയിം അസിങ്ക് ആക്കുക. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഐ ഡി വെച്ചിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അവൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ട്രൈ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം മാക്സിമം. യൂസർ ഡോട്ട് ഫൈൻഡ് ബൈ ഐ ഡി. അമ്മ എന്നൊക്കെ തോന്നുന്നു, നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഫൈൻഡ് പോലെ തന്നെ ഫൈൻഡ് ബൈ ഐ ഡി ഉണ്ട്. റിക് ഡോട്ട് പാരംസ് ഡോട്ട് ഐ ഡി. ഓക്കെ, അപ്പോൾ ഈ ഐ ഡിയിൽ ഓട്ടോമാറ്റിക്കൽ ഐ ഡിയിലുള്ള യൂസറിനെ ഡിലീറ്റ് ആയിക്കോളും. അടുത്തതാണ് പുതിയ യൂസറിനെ ആഡ് ആക്കാൻ അസിങ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ന്യൂ യൂസർ നമുക്ക് ആഡ് ആക്കണം. ഈ സെക്ഷൻ നമുക്ക് റിമൂവ് ആക്കാം. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂ യൂസർ, പുതിയ യൂസറിനെ ആഡ് ആക്കാൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കുള്ള നെയിം എന്താണ് അത് കൊടുക്കുക. അതായത് റിക്വസ്റ്റ് ബോഡിൻ്റെ അകത്ത് നെയിം ഉള്ളത്, അതുപോലെ തന്നെ ഇമെയിലിൻ്റെ അകത്താണ് എന്തുള്ളത് അതുള്ളത്. ഓക്കെ, ഐ ഡി നമ്മൾ കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കൽ അറിയാതെ ഐ ഡി ഓട്ടോമാറ്റിക്കൽ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആവുന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പുതിയ യൂസറിനെ ക്രിയേറ്റ് ആക്കി ഇതിനെന്ത് ചെയ്യണം, സേവ് ചെയ്യണം ഡാറ്റാബേസിൻ്റെ അകത്ത്. അപ്പോൾ സേവ് ചെയ്ത് കുറച്ച് ടൈം എടുക്കണം. അപ്പോൾ അവൈറ്റ് കൊടുക്കുക, ന്യൂ യൂസർ ഡോട്ട് സേവ്. ഓക്കെ, സേവ് ആയി. ഓക്കെ, അപ്പോൾ റെസ്പോൺസ് നമുക്ക് കൊടുക്കണമെന്നില്ല, കാരണം നമ്മൾ ഡാറ്റാബേസ് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കാം ഈച്ച് ആൻഡ് എവറി ടൈം. ഓക്കെ, അതേപോലെ തന്നെ അപ്ഡേറ്റ് യൂസർ അസിങ്ക്. അപ്ഡേറ്റ് യൂസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഫൈൻഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഫൈൻഡ് മെത്തേഡ് സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാരംസ് എന്നുള്ള ഐ ഡി ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് അപ്ഡേറ്റ് ആണ്. ഈ മെത്തേഡിൽ നമ്മളിവിടെ യൂസ് ചെയ്യല്. ഓക്കെ, കോൺസ്റ്റ് അപ്ഡേറ്റ് ഡാറ്റ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ബോർഡിനകത്ത് നെയിം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ഡാറ്റയുടെ അകത്ത് നെയിം എന്നുള്ളൊരു ഫീൽഡ് ക്രിയേറ്റ് ആക്കാം. ഇത് അതിനകത്ത് റിക്വസ്റ്റ് ബോർഡ് നെയിം കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇമെയിൽ എന്നുള്ളൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ബോർഡിൻ്റെ അകത്ത് ഇമെയിൽ എന്നുള്ള അപ്ഡേറ്റ് ഡാറ്റയുടെ ഇമെയിൽ ഫീൽഡ് ക്രിയേറ്റ് ആക്കാം, ഇമെയിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അവൈറ്റ് യൂസർ ഉണ്ടോ, അവൈറ്റ് യൂസർ ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് അപ്ഡേറ്റ് റിക്വസ്റ്റ് പാരം. ഐ ഡിയിലുള്ള ഏത് ഐ ഡി എടുക്കുക, അപ്ഡേറ്റ് ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റ എടുക്കുക, ന്യൂ ട്രൂ. അതായത് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ട് അവിടെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, ന്യൂ ട്രൂ എന്നുള്ള നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേ, ഡാറ്റാബേസ് നമ്മൾ അപ്ഡേറ്റ് ആക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഡിലീറ്റിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം,
അസിങ്ക് അവൈറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് കൺവേർട്ട് ആക്കാം. ഓക്കെ, അസിങ്ക് കൊടുക്കാം. ഇനി നമുക്ക് ഡിലീറ്റ് വേണ്ടത്, അപ്പോൾ ഈ സെക്ഷൻ്റെ ആവശ്യമില്ല. ഇപ്പം എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റ് യൂസറാണ്, അവൈറ്റ് കൊടുക്കും. നമ്മളെ യൂസർ ഡോട്ട് ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് ഡിലീറ്റ്. ഓക്കെ, അപ്ഡേറ്റ് ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. റിക് ഡോട്ട് പാരംസ് ഡോട്ട് ഐ ഡി. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ വേണ്ട നമുക്ക്. ഓക്കെ, ഈ മെത്തേഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡാറ്റ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഡാറ്റാബേസിൽ ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കി പോവാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം വർക്കിംഗ് ആണോ എന്നുള്ളത് പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഓരോന്നും ചെക്ക് ചെയ്യാൻ പോകണം. ഇപ്പം നമുക്ക് ഗെറ്റ് ഓൾ യൂസർ എന്നുള്ള പാത്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്, നമ്മുടെ തൊറ്റ യൂസറും ഇല്ല. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യും, യൂസർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് മെത്തേഡ് കൊടുത്തു, ക്രിയേറ്റ് ന്യൂ യൂസർ. അപ്പോൾ എന്താണ്, പാത്ത് കൊടുക്കാം, യൂസേഴ്സ് എന്നുള്ള പാത്ത്. ഓക്കെ, ഇനി ബോർഡിൻ്റെ അകത്ത് ഞാനൊരു ഡാറ്റ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ ആ ഡാറ്റ തന്നെയാണ്. അതായത് ഇവിടെ വന്നിട്ട് നണ്ണുള്ളത് റോ ആക്കുക, പിന്നെ ജേസൺ ഫോർമാറ്റ് ആക്കുക, നെയിം ഇമെയിൽ, ഇവിടെ ഡാറ്റ നെയിം ഇമെയിൽ. ഓക്കെ, പോസ്റ്റ് മെത്തേഡ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ സെൻഡ് അയക്കുന്ന ഡാറ്റസ് നമുക്ക് വരില്ല, കാരണം നമ്മൾ റെസ്പോൺസ് കൊടുക്കണില്ല. അതാണ് നമ്മൾ മെയിൻ ഇഷ്യൂ. അപ്പോൾ റെസ് ഡോട്ട് ജേസന്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സ്റ്റോർഡ് എന്ന് കൊടുക്കാം. ഓക്കെ, MongoDB ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റെസ്പോൺസ് കൊടുക്കാത്ത, നമുക്ക് ഡാറ്റ വരാത്ത. റീഫ്രഷ് ചെയ്യുക, നമ്മളെ കണക്ഷൻ സ്ട്രിംഗ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എക്സ്പ്രസ് ടീം എന്നൊരു DB നമ്മൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മളെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത. ഓക്കെ, അതിനകത്ത് യൂസേഴ്സ് എന്നുള്ള കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മളെ ലാസ്റ്റ് ആഡ് ചെയ്ത ആ ഡാറ്റയും കൂടി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, റെസ്പോൺസ് കൊടുത്തുള്ള അവസ്ഥ ആയിട്ടുണ്ട്. ഡാറ്റ സ്റ്റോർഡ് എന്ന റെസ്പോൺസ് വന്നു, റിഫ്രഷ് ചെയ്തൊക്കെ ഡാറ്റാബേസ് ഡാറ്റ ആഡ് ആയി. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലായിടത്തും റെസ്പോൺസ് കൊടുക്കാം. അപ്ഡേറ്റഡ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂസേഴ്സിനും ഷോ ചെയ്യിപ്പിക്കാം. ഡാറ്റാബേസിലുള്ള എല്ലാ യൂസേഴ്സിനും നമ്മൾ ഷോ ചെയ്യിപ്പിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് എന്താണ്, ഗെറ്റ് മെത്തേഡാണ്, പാത്തും കാര്യങ്ങളൊന്നുമില്ല, മെയിൻ തീ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിലെ ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ID, നെയിം, ഇമെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ യൂസർക്ക് ഇനി ID വെച്ചിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ID നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ID എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ID കോപ്പി ചെയ്യുക. ഈ ID ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കാനോട്ട് ഗെറ്റ്, കാരണം നമ്മൾ കൊടുത്ത പാത്ത് മാറിപ്പോയി. ID ഇവിടെ. ഓക്കെ, യൂസറിൻ്റെ അകത്ത് നമ്മൾ ID കൊടുക്കണ്ടേ, അതായത് നമ്മൾ ഡയറക്റ്റ് കൊടുത്തു പോയി. ഓക്കെ, അത് വന്നിട്ട് എന്ത് ചെയ്യാം, user/ID. ഓക്കെ, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് വർക്കിംഗ് ആവില്ല. ഓക്കെ, ഈ മെത്തേഡ് വർക്കിംഗ് അല്ല, അതാണ് അവിടെ നമ്മൾ ഡാറ്റ കൊടുത്തൊന്നും കാര്യത്തിൽ സംഭവിക്കാത്ത. ID യൂസറിനെ കിട്ടി. ക്രിയേറ്റ് യൂസർ നോക്കി, ഗെറ്റ് യൂസർ ബൈ ID നോക്കി, ഗെറ്റ് ഓൾ യൂസർ നോക്കി. ഇനി എന്താ ചെയ്യേണ്ടത്, അപ്ഡേറ്റ് യൂസർ. ഓക്കെ, പുട്ട് മെത്തേഡ് കൊടുത്ത. ഓക്കെ, ഈ IDയിലുള്ള യൂസറിനെ തന്നെ ചേഞ്ച് ആക്കാൻ പോണത്. ഓക്കെ, നെയിം ഞാൻ എന്താക്കാൻ പോണേ, പാർക്കർ നാക്കി peter@gmail.com എന്നുള്ള അപ്ഡേറ്റ് ആക്കി. പുട്ട് മെത്തേഡാണ്, അപ്ഡേറ്റ് യൂസറിന് പകരം എന്താണ്,
യൂസേഴ്സ് എന്നാണ് പാത്ത് വരുന്നത്, ID. ഓക്കെ, സെൻഡ് ചെയ്യാം. അപ്ഡേറ്റഡ് വന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഡാറ്റാബേസ്. ഇനിയുള്ളത് ഡിലീറ്റ്. അപ്പോൾ നമുക്ക് ആ സെയിം യൂസറിനെ തന്നെ ഡിലീറ്റ് ആക്കാം. നമുക്ക് എന്ത് ചെയ്യാം, മറ്റു യൂസറിനെ ഡിലീറ്റ് ആക്കാം. ഈ ID എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. പേസ്റ്റ് ചെയ്യാം. ഓക്കെ, യൂസേഴ്സ് ID സെയിം പാത്ത് കറക്റ്റ് തന്നെയാണ്. യൂസേഴ്സ് ID. ഓക്കെ, സെൻഡ് ചെയ്യാം. സോറി, രണ്ട് ഡാറ്റ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. മെത്തേഡ് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മെത്തേഡ് മാറ്റി കൊടുക്കാം. പുട്ടിന്റെ പകരം നമുക്ക് ഡിലീറ്റ് മെത്തേഡ് കൊടുക്കാം. ഓക്കെ, സെൻഡ് ചെയ്യാം. മെസ്സേജ് യൂസർ ഡിലീറ്റഡ്. ഇപ്പം എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഡിലീറ്റ് ആയി. ഇപ്പം നമ്മൾ എന്ത് ചെയ്ത്, നമ്മളെ MongoDB എന്ത് ചെയ്ത്, നമ്മളെ എക്സ്പ്രസ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് കണക്ട് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബേസിക്കലി ത്രെഡ് ഓപ്പറേഷൻ നമ്മൾ ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത് പോസ്റ്റ്മാൻ എന്ന ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആക്കാം, ഒരു മോഡൽ ക്രിയേറ്റ് ആക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലത്തെ ഡിലീറ്റ് അപ്ഡേറ്റ് ഇങ്ങനത്തെ മെത്തേഡ് യൂസ് ചെയ്യുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അന്ന് MongoDB കുറച്ച് വലിയ ക്വറി മെത്തേഡ്സും പഠിച്ചിരുന്നു. അതും കൂടി എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിന്റെ പകരം നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്ത് API ഹാൻഡിൽ ചെയ്യാൻ ഒരു ടൂൾ യൂസ് ചെയ്ത്. ഏത് ടൂളിന്റെ പേര് എന്താണ്, പോസ്റ്റ്മാൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പകരം നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് എൻഡിൽ റിയാക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഒക്കെ നോക്കാം. അപ്പൊ അതിന് മുന്നോടിയിട്ട് എന്താണ് റിയാക്ട്, ഇപ്പൊ റിയാക്ടിനെ കുറിച്ച് കാര്യങ്ങൾ, റിയാക്ട് എങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് റിയാക്റ്റും നമ്മളിപ്പോൾ ചെയ്ത് വെച്ചാൽ നമ്മളെ എക്സ്പ്ലോർ പ്രോജക്റ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ നോക്കാം. ഓക്കെ,